തന്നെയാണ് ആലപ്പുഴ നഗരത്തിൽ ഇന്ന് രാവിലെ കാർ തോട്ടിൽ വീണ് യുവാവ് മരിച്ചു. തത്തമ്പള്ളി സ്വദേശിയായ ബിജോയ് ആന്റണിയാണ് മരിച്ചത്. പുലർച്ചെ 2 മണിക്കാണ് ഈ അപകടമുണ്ടായത്. ആ കാറിലുണ്ടായിരുന്ന 2 പേരുടെ ജീവൻ അത്ഭുതകരമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ ഒരു യുവാവിന് ജീവൻ നഷ്ടമായി. ബിജോയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്വിഫ്റ്റ് കാറാണ് തോട്ടിലേക്ക് വീണത്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രഘു, ഈ അപകടം കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യാപ്തി വ്യക്തമാകുന്നതാണ്. ആലപ്പുഴ നഗരത്തിൽ തന്നെയാണ് ഈ തോട്ടിലേക്ക് കാർ വീണ് യുവാവ് മരിച്ചത്. ഇപ്പോൾ കാർ അല്പം ഉയർത്തിയ നിലയിലാണല്ലോ, അത് പിന്നീട് നാട്ടുകാർ ഉയർത്തിയതാണോ? ഈ മരണം ഉൾപ്പെടെ അതിൻ്റെ മറ്റു വിവരങ്ങൾ എന്താണ്? നെഹ്റു ട്രോഫി നടക്കുന്ന ഫിനിഷിംഗ് പോയിന്റ് ഭാഗത്ത് നിന്ന് ആലപ്പുഴ നഗരത്തിലേക്ക് വന്നതാണ് ബിജോയും സുഹൃത്തുക്കളും. ബിജോയുടെ പിറന്നാളായിരുന്നു ഇന്ന്, ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ ആഘോഷിച്ച ശേഷം ദോശ വാങ്ങാൻ വേണ്ടി തട്ടുകടയിലേക്ക് മറ്റു സുഹൃത്തുക്കളോടൊപ്പം കാറിലേക്ക് വന്നതാണ്. അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും, ഈ പുന്നമട ഭാഗത്ത് നിന്ന് റോഡ് നേരെ വന്നിട്ട് ഒരു ഇടത്തേക്ക് തിരിഞ്ഞാണ് നഗരത്തിലേക്ക് വരുന്നത്. അവിടെ വലിയൊരു വളവാണ്. നമ്മൾ ഈ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ടുകളൊക്കെ കായലിലേക്ക് പോകുന്ന, പുന്നമട കായലിലേക്ക് പോകുന്ന ഒരു തോടാണ്. അത് അത്യാവശ്യം നല്ല ആഴവും ഒഴുക്കും ഒക്കെയുള്ള തോടാണ്. പക്ഷെ അവിടെ ഒരു മറ, എന്തെങ്കിലും അപകട സിഗ്നലോ ഒന്നും തന്നെ ഇല്ല. കാരണം നാട്ടുകാർ പതിവായി ഉപയോഗിക്കുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവിടെ ഇതുവരെ ബോർഡ് സ്ഥാപിക്കാതെ. അങ്ങനെ വാഹനം ഇപ്പോൾ കണ്ട ഫ്രെയിമിൽ രഘു, ആ വലിയൊരു വളവാണ്. വളവ് വളഞ്ഞാൽ ആ റോഡെ നേരെ പോകാം. പക്ഷേ ഒന്ന് പാളിപ്പോയാൽ നേരെ ഈ വെള്ളത്തിലേക്കല്ലേ പോവാം. വലിയ അപകടകരമായ ഒരു സ്ഥലമല്ലേ? അതെ, എന്ന് മാത്രവുമല്ല, വിദേശികളടക്കം ധാരാളം വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത്യാവശ്യം രാത്രി കാലത്തൊക്കെ ആളുകൾ സഞ്ചരിക്കുകയും ആളുകൾ ഇത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ആളുകൾ യാത്രയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ഏതെങ്കിലും രീതിയിലുള്ളൊരു മുന്നറിയിപ്പ് ബോർഡ്, കാരണം അത്യാവശ്യം നല്ല ബോട്ടൊക്കെ പോകുന്നതായതുകൊണ്ട് അത്യാവശ്യം ആഴമൊക്കെയുള്ള സ്ഥലമാണ്. ഈ നഗരത്തിലെ ഉൾപ്പെടെയുള്ള വെള്ളം ആ കായലിലേക്ക് ഒഴുകി പോകുന്നതും ഈ തോടിലൂടെയാണ്. അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുപക്ഷെ രാത്രി ഒരു 2 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. ഈ പിറന്നാൾ ആഘോഷത്തിന്റെ ഇടയ്ക്കാണ് ഭക്ഷണം വാങ്ങാൻ വേണ്ടി, തട്ടുദോശ വാങ്ങാൻ വേണ്ടി ഈ ബിജോയും സുഹൃത്തുക്കളും 3 പേരും ആ വാഹനത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ വാഹനത്തിന് അമിത വേഗതയായിരിക്കാം, അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. നേരെ തോട്ടിലേക്കാണ് വാഹനം വന്നു വീണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. 2 പേര് വേഗത്തിൽ തന്നെ അവിടെ നിന്ന് തോട്ടിലേക്ക് വീണ് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത്.